ഹലോ കൂട്ടുകാരെ, ഗുഡ് മോർണിംഗ്. ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആണ്. എല്ലാവർക്കും എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം. പക്ഷേ ഇന്ന് ഗുഡ് മോർണിംഗ് പറയാൻ പറ്റുമോ എന്ന് അറിയത്തില്ല. പണി 10:30 ആയിട്ടുണ്ട്. കാരണം ഒരു ഹോളിഡേ ദിവസമാണ്. എനിക്ക് പ്രതീക്ഷിക്കാതെ കിട്ടിയൊരു ഹോളിഡേ ആണ്. അപ്പം ഞാൻ നേരെ ലഞ്ചിലോട്ടാണ് ഉണ്ടാക്കാനായിട്ട് തുടങ്ങിയത്. അപ്പോൾ ഇതിൽ ഞാനിപ്പോൾ നമ്മുടെ ചാള, നല്ല ചാളേനെ ഇങ്ങനെ വരഞ്ഞ് വെച്ചിട്ടുണ്ട്. ചാള, അതുപോലെ പച്ചമുളക്. ഇത് ഞാൻ ബജ്ജി ഇടാൻ വാങ്ങിച്ച മുളക് പഴുത്തപ്പോൾ ഞാൻ പിന്നെ ഇതിലോട്ട് അരിഞ്ഞിട്ടതാണ്. പിന്നെ കൊച്ചു വെളുത്തുള്ളി, നമ്മൾ ചെറിയ വെളുത്തുള്ളി, ചെറിയ ഉള്ളി, പിന്നെ ഇഞ്ചി, അത് എല്ലാം കൂടെ ഒന്ന് ചതച്ച് ഇട്ടിട്ടുണ്ട്. ഇനി കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പും കൂടി ഇട്ടിട്ട് നന്നായിട്ട് ഇതിനെ ഒന്ന് പുരട്ടിയെടുക്കണം. അപ്പോൾ ഇതാണ് എൻ്റെ പിന്നെ മാങ്ങ ഇടുന്നുണ്ട് കേട്ടോ. ഞാൻ മാങ്ങ പുളി ഇടുന്നതോടെ കാണിക്കാം. നമ്മളെ മാങ്ങ അരിഞ്ഞ് വെച്ചിരിക്കുന്ന ഇവിടെ ഇടാൻ പോവാണ്. ഇച്ചിരി ശകലം കൂടുതലുണ്ട് മാങ്ങ. എനിക്ക് മീനിനെക്കാട്ടി മാങ്ങ ഉണ്ടെന്ന് തോന്നുന്നു. എനിക്കത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ, മാങ്ങ എടുത്ത് കഴിക്കാനും. അപ്പോൾ എനിക്ക് വേണ്ടി ഉണ്ടാക്കുന്നതുകൊണ്ട് ഞാൻ പിന്നെ എൻ്റെ രുചി മാത്രം നോക്കിയാൽ മതിയല്ലോ. കണ്ടോ, ഇതൊക്കെ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുത്ത് ഒരു ചോറുമായിട്ട് കഴിക്കാൻ നല്ല രസമാണ് കേട്ടോ. ഉപ്പ്, മഞ്ഞൾപ്പൊടി എല്ലാം കൂടെ ഒക്കെ ഇട്ട് ഈ മീനിൽ ഇങ്ങനെ ഒന്ന് ജസ്റ്റ് ഇങ്ങനെ നന്നായിട്ട് ഞെരടി വെച്ച് അടച്ച് വയ്ക്കണം. ഞാൻ അപ്പുറത്ത് TV ഇട്ടേക്കുവാണ് കേട്ടോ, കാരണം ഞാൻ ഒറ്റയ്ക്കേ ഉള്ളതുകൊണ്ട് ഒരു കൂട്ടിന് TVയും കൂടെ ഇട്ടിട്ടുണ്ട്. ഇതിങ്ങനെ നന്നായിട്ട് ഞെരടി എടുക്കണം. കൈ വെച്ച് സ്പൂൺ വെച്ച് ഇളക്കി എടുക്കാം. എനിക്ക് മീൻ അവിടെ ഇടുന്നതുകൊണ്ട്, മീൻ കൈ കൊണ്ട് എടുക്കണോണ്ടോ അങ്ങനെ വലിയ ഇതൊന്നുമില്ല. ഞെരടി വെച്ചിട്ടുണ്ട്. ഇനി ഇത് നമ്മൾ കുറച്ച് കറിവേപ്പില കൂടെ തൂവി ഇതിനെ അടുപ്പത്ത് വെച്ച് പിന്നെ തേങ്ങ ഇടണം കേട്ടോ. അപ്പോൾ ഞാനിത് അടുപ്പത്താകുന്ന ടൈമിൽ തേങ്ങ ചെരുവി എടുക്കാം. ഓക്കെ, കുറച്ച് വയ്ക്കണം കേട്ടോ, ഇല്ലെങ്കിൽ വെള്ളമൊക്കെ പെട്ടെന്ന് അങ്ങ് വറ്റി അങ്ങ് ഇതായിപ്പോവും. ഇങ്ങനെ ആയിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ തേങ്ങ ചിരവി വെച്ചിരിക്കുന്നത് ഇതുകൂടെ കിടന്നൊന്ന് നന്നായിട്ടൊന്ന് മിക്സായി വേഗം. ബോക്സൊക്കെ കണ്ടുകൊണ്ടിരുന്നപ്പോൾ മാം എനിക്കൊരു ഷേക്ക് കൊണ്ടുവന്നു. സ്ട്രോബെറി ഷേക്ക് എന്നാണ് പറയുന്നത്. ഷേക്ക് കൊണ്ടുവന്നു. അപ്പം ഞാൻ അത് കുടിക്കാമെന്ന് വിചാരിച്ചു. അപ്പം ഞാൻ നോക്കിയപ്പോൾ ശിവ അവൻ്റെ ഡ്യൂട്ടി തുടങ്ങിയിട്ടുണ്ട്. സൈക്കിൾ ഓട്ടിച്ചുകൊണ്ടിരിക്കുന്ന ശിവ. അയ്യോ 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 കണ്ണി. ഒരു കുച്ച ചായ അല്ലത്, ഷേക്ക് വേണ്ടേ? ഓക്കെ, ശിവരോട് കുറച്ച് നേരം വർത്താനമൊക്കെ പറഞ്ഞിട്ട് ഞാൻ നോക്കിയപ്പോൾ എൻ്റെ മീൻ കരിഞ്ഞു ഗൈസ്. പിന്നെ ഓടിപ്പോയി ഞാൻ ഒന്നുകൂടെ ഇളക്കി കൊടുത്തു. കുറച്ച് വെളിച്ചെണ്ണയും കൂടെ അതൊന്ന് തൂവിയിട്ട് ഓഫ് ചെയ്ത് വെച്ചു. അപ്പോഴത്തേക്കും ഞാനിന്ന് ചോറും മത്തിക്കറിയും പീരയും മാത്രമേ വെക്കുന്നുണ്ടായിരുന്നുള്ളൂ. പിന്നെ ഇരുന്ന് കുറച്ച് സ്നാക്സും ഷേക്കും കൂടെ കുടിച്ചു. അപ്പം ഏതാണ്ട് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിനുള്ള സംഭവം വയറ് നന്നായിട്ട് ഫുള്ളായിട്ടുണ്ടായിരുന്നു. പിന്നെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ആവശ്യമൊന്നും സത്യം പറഞ്ഞാൽ ഇല്ലായിരുന്നു. കിച്ചണൊന്ന് വൃത്തിയാക്കാനായിട്ടുണ്ട്. അപ്പം നമുക്കിനി കിച്ചണൊന്ന് ക്ലീൻ ചെയ്തിട്ട് കാണാം. ചടാ, അപ്പോൾ എല്ലാം ക്ലീനാക്കി എൻ്റെ അടുപ്പൊക്കെ ഞാൻ വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ എല്ലാം സെറ്റപ്പാക്കി എല്ലായിടും ക്ലീനാക്കി വെച്ചു. ഇനി ഇവിടെ ഒന്ന് അടിച്ച് വാരി കൂടെ കഴിഞ്ഞ് കഴിയുമ്പോൾ ഇന്നത്തെ ഒരു ജോലി തീരും കേട്ടോ. TV എനിക്കൊരു കൂട്ടിന് വേണ്ടി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുവാണ്. പിന്നെ കുറച്ച് ബെഡൊക്കെ ഒന്ന് നന്നായിട്ട് വിരിച്ചിടാനുണ്ട്. അതൊക്കെ ഒന്ന് വിരിച്ചിട്ട് ക്ലീനാക്കിയിട്ട് ഞാൻ കുറച്ച് നേരം വിശ്രമിച്ചിട്ട് ചോറും കഴിക്കും. ചോറ് കുറച്ച് ഒന്ന് വെള്ളമൊക്കെ ഊറ്റിയിട്ട് ഞാൻ ചൂടാക്കാൻ വെച്ചു. അപ്പോൾ നമ്മുടെ മീൻ വീട ഇത് ചോറ് കഴിക്കാൻ വേണ്ടിയിട്ട് ഞാൻ വെച്ചിരിക്കുന്നുണ്ട്. ഈ സപ്പോട്ട ഇത് അരി ഇതെന്ന് വെച്ചാൽ സപ്പോട്ട നമ്മൾ ഗോഡൗണിൽ നിന്ന് പറിച്ചിട്ട് വന്നപ്പോൾ പഴുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ അരിക്കകത്തിട്ട് വെച്ചിരിക്കുകയായിരുന്നു. അപ്പോൾ നല്ല പഴുത്തിട്ടുണ്ട്. അപ്പോൾ ഇതും കഴിക്കാം. നമുക്ക് ചോറെടുക്കാം. ഇവിടെ ഫുള്ള് ഞാൻ നല്ല ക്ലീനാക്കി ഇട്ടു. അടുക്കളയും ക്ലീനാക്കി. അപ്പോൾ നമുക്ക് ചോറും കഴിച്ചിട്ട് ഒരു കുട്ടി ഉറക്കമൊക്കെ ഉറങ്ങാം അല്ലേ. ഇന്നൊരു ഫ്രീ ടൈം അല്ലേ.
അതുകൊണ്ട് ഈ പാത്രം എടുക്കുമ്പോൾ എൻ്റെ ഓഫീസിലെ എൻ്റെ കൂട്ടുകാരിനെ ഞാൻ എപ്പോഴും ഓർമ്മിക്കും. ഇവിടെ ചെല്ലുമ്പോഴത്തേക്ക് നമുക്ക് റിട്ടേൺ ഗിഫ്റ്റ് തരൂലേ, അങ്ങനെ റിട്ടേൺ ഗിഫ്റ്റ് തന്നതാണ് കേട്ടോ മറിയാൾ, എൻ്റെ ഫ്രണ്ടിൻ്റെ. ഈ പാത്രത്തിലാണ് മിക്ക ദിവസങ്ങളിലും ഞാൻ ചോറ് വയ്ക്കുന്നത്. നമ്മുടെ ചോറ് അങ്ങനെ പൊരിഞ്ഞിരിക്കുന്നുണ്ട്. അപ്പം സ്പൂണെടുത്ത് നമുക്ക് ചോറ് തിരിക്കുന്നു. ചോറായി. തൈരുണ്ട്, വേണമെങ്കിൽ തൈര് എടുക്കാം. എൻ്റെ മീനിട്ട് വെച്ച എൻ്റെ മാങ്ങ ഇട്ട് വെച്ച മീൻ പീര റെഡി ആയിട്ടുണ്ട്, അതുകൂടെ ഇട്ട് കൊടുക്കാം. മാത്രമല്ല കഴിക്കാനുള്ളത്, അതുകൊണ്ട് ഇച്ചിരി ശകലം കുറച്ച് കൂടുതൽ എടുത്തിട്ടുണ്ട്. വേണമെങ്കിൽ ഒരു രസമുണ്ട്, രസം വേണമെങ്കിൽ എടുക്കാം. കുറച്ച് രസം കൂടെ എടുത്ത് വയ്ക്കും. രസം ഞാൻ ഇതും കൂട്ടി ഒരു ചോറ് വയ്ക്കും. മാങ്ങയുടെയും നമ്മുടെ ഇതിൻ്റെ മീനിൻ്റെയും ഒക്കെ നല്ല മണം കേട്ടോ. അപ്പം ഞാൻ ഇതിന്ന് കുറച്ച് മീൻ കഷ്ണം ഇല്ല, എല്ലാം ഇങ്ങനെ ഇതായിപ്പോയി കുഴഞ്ഞിരിക്കുകയാണ് കേട്ടോ. അപ്പം മീൻ കഷ്ണം, ഒരു മാങ്ങ, ഒരു മുളക് ഇങ്ങനെ നല്ല ഇങ്ങനെ ചീന്തിയിട്ട് അതും കൂടെയൊക്കെ ഇങ്ങനെ കുഴച്ച് കഴിക്കാൻ പോവാണ്. ഈ അരി ഞാൻ അവിടെ നിന്ന് വീട്ടിൽ നിന്ന് കൊണ്ടുവരുന്നതാണ് കേട്ടോ. അങ്ങനെ ഒരു ഒരെണ്ണമൊക്കെ പിടിച്ച് കഴിക്കാൻ പോവാണ്. എനിക്ക് വായിൽ വെള്ളം ഊടുന്നു, നോക്കിയിട്ട് കഴിക്കാൻ പോവാം. സൂപ്പർ ടേസ്റ്റാണേ, സൂപ്പർ. ഞാൻ പറഞ്ഞ പോലെ പ്രതീക്ഷിച്ച പോലെ മാങ്ങയ്ക്ക് ഇച്ചിരി പുളി കൂടിയിട്ടുണ്ട്. എന്നാലും ചോറും ഇത് മാത്രമാകുമ്പോൾ ഈ മാങ്ങയുടെ പുളിയൊക്കെ സൂപ്പറായിട്ടുണ്ട് കേട്ടോ. ഭയങ്കര ടേസ്റ്റ്, മുളകിൻ്റെ പച്ചമുളകിൻ്റെ ആ ഒരു ടേസ്റ്റൊക്കെ ഉണ്ട്. ഈ മുള്ളൊന്നും കളയാൻ പാടില്ല, കാൽസ്യം റിച്ച് ആണ്. ഈ മുള്ളൊക്കെ എടുത്ത് അതും വെച്ച് കഴിക്കണം. സൂപ്പർ. അപ്പോൾ ഇത് മൊത്തം ഞാൻ കഴിച്ച് തീർന്നിട്ട് ബാക്കി കാണാം. അപ്പോൾ നന്നായിട്ട് ഫുഡൊക്കെ കഴിച്ചിട്ട് വന്നപ്പോൾ പിന്നെയാണ് ഞാൻ ഓർമ്മിച്ചത് കുറച്ച് തുണികൾ കഴുകാനുണ്ടായിരുന്നു. അപ്പോൾ ഞാനത് പെട്ടെന്ന് സർഫിലിട്ട് വെച്ചു. അപ്പോൾ കുറച്ച് സമയമുണ്ടല്ലോ, ആ സമയത്ത് ഞാനൊരു ഫേസ് പാക്ക് ചെയ്തെടുക്കാമെന്ന് വിചാരിച്ചു. ഉരുളക്കിഴങ്ങ്, തക്കാളി, പിന്നെ തേന്, ഇതെല്ലാം കൂടെ വെച്ച് മിക്സിയിലിട്ട് നന്നായിട്ട് അടിച്ചിട്ട് കുറച്ച് കടലമാവോ അരിപ്പൊടിയോ എന്തെങ്കിലും മിക്സ് ചെയ്ത് സ്ക്രബ്ബർ മാതിരി മുഖത്തിടാമെന്ന് വിചാരിച്ചു. അപ്പം ഞാനെന്തോ ജ്യൂസ് അടിക്കണമെന്ന് പറഞ്ഞ് മാധവ് വന്ന് നോക്കുവാണ്. എന്നോട് ചോദിക്കാൻ ആൻറ്റി എന്താ ഉണ്ടാക്കുന്നതെന്നൊക്കെ. അപ്പോൾ അതിന് ശേഷം ഞാൻ കുളിച്ച് വന്ന് വിളക്കൊക്കെ കൊളുത്തി കുറച്ച് നേരം പ്രാർത്ഥിച്ചു. അതിനുശേഷം പോയപ്പോൾ എനിക്ക് വിശന്നപ്പോൾ ഞാൻ കുറച്ച് മാങ്കോയും ഗ്രേപ്സും എടുത്തുകൊണ്ട് വന്ന് കഴിക്കാനായിട്ടിരുന്നു. ഇതായിരുന്നു എൻ്റെ ഡിന്നർ കേട്ടോ. ഇതും കഴിച്ചിട്ട് ഞാൻ കിടന്ന് ഉറങ്ങുമായിരുന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ എൻ്റെ ഡേ ഇൻ മൈ ലൈഫ്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം.